അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ബ്രഹ്മോവാച കിം കരോമി സുരാകാമം ദാനവോ വരദർപ്പിതാ. സ്ത്രീവധ്യോസൗ നപുംവധ്യോ വിധേയം തത്ര കിം പുനഃ. വ്രജാമോദ്യസുരാ സർവേ കൈലാസം പർവതോത്തമം. ശങ്കരം പുരതഃ കൃത്വാ സർവകാര്യവിശാരദം. തതോ വ്രജാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദന. മിളിത്വാ ദേവകാര്യം ച വിമൃശാമോ വിശേഷത. ഇത്യുക്ത്വാഹം സമാരുഹ്യ ബ്രഹ്മാ കാര്യസമുച്ചയേ. ദേവാശ്ച പൃഷ്ഠതഃ കൃത്വാ കൈലാസാഭിമുഖോ യയൗ. താവച്ഛിവോപി തരസാ ജ്ഞാത്വാ ധ്യാനേന പത്മജം ആഗച്ഛന്തം. സുരൈ സാർദ്ധം നിർഗത സ്വഗൃഹാദ് ബഹിഃ. ദൃഷ്ട്വാ പരസ്പരം തൗ തു കൃതാഭിവാദനൗ ഭൃശം. പ്രണതൗ ച സുരൈഃ സർവൈഃ സന്തുഷ്ടൗ സംബഭൂവതു. ആസനാനി പൃഥഗ് ദത്വാ ദേവേഭ്യോ ഗിരിജാപതി. ഉപവിഷ്ടേഷു തേഷ്വേവ നിഷസാദാസനേ സ്വകേ. കൃത്വാ തു കുശലപ്രശ്നം ബ്രഹ്മാണം വൃഷഭധ്വജ.
പപ്രക്ഷകാരണം ദേവാൻ കൈലാസാഗമനേ വിഭു. ശിവ ഉവാച കിമത്രാഗമനം ബ്രഹ്മൻ കൃതം ദേവൈഃ സവാസവൈ ഭവതാ ച മഹാഭാഗാ ബ്രൂഹി തത്കാരണം കില. ബ്രഹ്മോവാച മഹിഷേണ സുരേശാന പീഡിതാസ്വർനിവാസിന ഭ്രമന്തി ഗിരിദുർഗേഷു ഭയത്രസ്താ സവാസവാം. യജ്ഞഭുങ്മഹിഷോ ജാതസ്തധാന്യേ സുരശത്രവ പീഡിതാ ലോകപാലാശ്ച ത്വാമദ്യ ശരണം ഗതാ. മയാ തേ ഭവനം ശംഭോ പ്രാപിത കാര്യഗൗരവാൽ യദ്യുക്തം തദ്വിധൽ സ്വാദ്യ സുരകാര്യം സുരേശ്വര. ത്വയി ഭാരോസ്തി സർവേഷാം ദേവാനാം ഭൂതഭാവന. വ്യാസ ഉവാച ഇതി തദ്വചനം ശ്രുത്വാ ശങ്കര പ്രഹസൻ ഇദം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, ദേവന്മാരെ എന്തു ചെയ്യും, വരം നേടി ദൈത്യനിപ്പോൾ സ്ത്രീവധ്യൻ താൻ എന്ന കാര്യം അറിഞ്ഞിടുക. അതുകൊണ്ടു നമുക്കെല്ലാം കൈലാസത്തിൽ പോകാം. പിന്നെ അദ്രിപതി ശങ്കരനെ മുന്നിലായി നിർത്തി ഭഗവാനാം ജനാർദ്ദനൻ വസിക്കുന്ന വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു ദേവകാര്യം ആലോചിച്ചിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്നു ചൊല്ലി ബ്രഹ്മദേവൻ ഹംസവാഹനനായിട്ടു ദേവരൊത്തു കൈലാസത്തിലേക്കായി ഗമിച്ചു. ബ്രഹ്മദേവൻ പുറപ്പെട്ടു എന്ന കാര്യം ശങ്കരനും യോഗശക്തിയാലറിഞ്ഞു കാത്തുനിൽപ്പായി. പരസ്പരം കണ്ടവരും അഭിവാദ്യം ചെയ്തുവല്ലോ. ദേവജനം ഇരുവരെ നമസ്കരിച്ചു. ദേവന്മാർക്കു ഇരിപ്പിടം നൽകി ഗിരിജാപതിയും ദേവദേവൻ മഹാദേവൻ ഇരുന്നു. പിന്നെ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവരോടു മഹാദേവൻ കുശലം ചോദിച്ച ശേഷം അവരെല്ലാം വന്നതിൻ കാരണം ചോദിച്ചു.
ശിവൻ പറഞ്ഞു, നാലുമുഖ ദേവേന്ദ്രാദി ദേവസംഘമൊത്തു ചേർന്നു നമ്മെ കാണാൻ ഇവിടേക്കു വന്നതെന്തിനോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, ദേവജനം മഹീശനാൽ ആർത്തരായി ഇവരിപ്പോൾ ഗിരിദുർഗങ്ങളിൽ പാർത്തു കഴിഞ്ഞിടുന്നു. യജ്ഞാംശം ആസ്വദിക്കുന്നു മഹീശനും ദൈത്യന്മാരും. ലോകപാലകർക്കും ദുഃഖം ശരണമേകൂ. കാര്യഗൗരവത്താൽ മാത്രം എല്ലാരെയും കൂട്ടിപ്പോന്നു. കാലാരി നീ വേണ്ട മാർഗം പറഞ്ഞിടേണേ. ദേവന്മാർ തൻ ഭാരമെല്ലാം അങ്ങേക്കാണു മഹാദേവ. വ്യാസൻ പറഞ്ഞു, ഇതു കേട്ടു ശങ്കരനോ മന്ദഹസിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, അമ്മേ ശരണം, മായേ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം, മഹാകാളീ ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം. ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 451 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധം 36 ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. എല്ലാ ദിവസവും അമ്മയുടെ അപദാനങ്ങളെ അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി ഭക്തജന സമക്ഷം സമർപ്പിക്കണം എന്ന മോഹം ഉണ്ടാവാറുണ്ടെങ്കിലും പലപ്പോഴും കൃത്യാന്തര ബാഹുല്യം കൊണ്ട് പല തിരക്കുകൾ ഒരു ഗൃഹസ്ഥനായും
ഭാഗവത നാരായണീയ സപ്താഹങ്ങളും ഒക്കെ നടത്തുന്ന ഒരു എളിയ ആചാര്യൻ എന്നുള്ള രീതിയിലും ചിലപ്പോൾ സാധിക്കാറില്ല. എങ്കിലും പരമാവധി 12 മണിക്ക് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ കുറച്ച് നേരത്തെ തന്നെ ഇതൊക്കെ തയ്യാറായി എങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ, പ്രത്യേകിച്ചും നെറ്റിൻ്റെ പ്രശ്നം കാരണം ഇന്നലെ അയക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അത് ഇന്ന് കാലത്ത് അയച്ചത്. ഉച്ചതിരിഞ്ഞ് ഇതും അയക്കണം. അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ സാധിച്ചില്ലെങ്കിൽ തന്നെ പരമാവധി വേഗം അയക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. പിന്നെ നമ്മുടെ പ്രഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ ബ്രഹ്മാവിനെ സമീപിച്ച് ദേവന്മാർ അവരുടെ ദുഃഖം, അവരുടെ വേദന പറഞ്ഞപ്പോൾ മഹിഷാസുരനിൽ നിന്നും തോൽവി അടഞ്ഞ ദേവന്മാർ ബ്രഹ്മാവിനോട് വന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, കിം കരോമി സുരാ കാമം ദാനവോ വരദർപ്പിത. അല്ലയോ ദേവന്മാരെ, ഞാൻ എന്താണ് ചെയ്യുക? കാരണം വരഗർവിതനായിരിക്കുന്ന ദാനവൻ സ്ത്രീവധ്യോസൗ ന പുംവധ്യോ വിധേയം തത്ര കിം പുന. അപ്പോൾ സ്ത്രീവധ്യനാണ്, സ്ത്രീകളാൽ മാത്രം കൊല്ലപ്പെടുകയുള്ളൂ അവൻ. ഒരിക്കലും പുരുഷന്മാർക്ക് കൊല്ലാൻ സാധിക്കില്ല. ആ നിലയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ബ്രഹ്മാവ് തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിന് ഈ വരം കൊടുത്തത്. വ്രജാമോദ്യ സുരാ സർവേ കൈലാസം പർവ്വതോത്തമം ശങ്കരം പുരതകൃത്വ സർവകാര്യ വിശാരദം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് ദേവന്മാരായ നമുക്ക് എല്ലാവർക്കും കൂടി പർവ്വതോത്തമം, ഉത്തമമായ പർവ്വതമായ കൈലാസത്തിലേക്ക് പോവുക. അവിടെ സർവകാര്യങ്ങൾക്കും സമർത്ഥനായ സർവകാര്യ വിശാരദം ശങ്കരം പുരതകൃത്വ, ആ ശങ്കരനെ മുമ്പിൽ നിർത്തിയിട്ട് തതോ വ്രജാമ വൈകുണ്ഠം, അവിടുന്ന് എങ്ങോട്ട് പോകണം? വൈകുണ്ഠത്തിലേക്ക് പോവുക. എത്ര ദേവോ ജനാർദ്ദന, ഭഗവാൻ എവിടെയാണോ ആ ജനാർദ്ദനൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമായി വൈകുണ്ഠത്തിൽ പോയി മിളിത്വ ദേവകാര്യം ച വിമർശാമോ വിശേഷത, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ദേവകാര്യം സകലതും ആലോചിക്കാം. ഹരിയുടെയും ഹരന്റെയും സാന്നിധ്യത്തിൽ വേണം. അപ്പോൾ ആദ്യം നമുക്ക് കൈലാസത്തിലേക്ക് പോവാം, അവിടെ നിന്ന് വൈകുണ്ഠത്തിലേക്ക്. ഇത്യുക്ത്വ ഹംസമാരുഹ്യ ബ്രഹ്മ കാര്യസമുച്ചയേ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഹംസവാഹനനായി ആ ഹംസത്തിൻ്റെ പുറത്തു കയറി ദേവന്മാരാൽ അനുഗതനായി ദേവാംശ്ച പൃഷ്ഠതകൃത്വ, ദേവന്മാരെ പിന്നാലെ മുമ്പില് ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ പുറത്ത് കയറി, ഹംസത്തിൻ്റെ പുറത്ത് കയറി കൃത്വ കൈലാസാഭിമുഖോ യയോ, ദേവകാര്യം സാധിക്കാൻ വേണ്ടി അവിടുന്ന് ആ കൈലാസത്തിലേക്ക് യാത്രയായി. താവച്ഛിവോപി തരസാ ജ്ഞാത്വാ ധ്യാനേന പത്മജം ആഗച്ഛന്തം സുരൈസാർത്ഥം നിർഗത സ്വഗൃഹാത് ബഹി. ശങ്കരനോ മഹാദേവന് മനസ്സിലായി ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് താൻ ഇനി ഒട്ടും അമാന്തം വേണ്ട, വേഗം തയ്യാറായേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം ധ്യാനം കൊണ്ട് ജ്ഞാത്വ മനസ്സിലാക്കിയിട്ട് പത്മജം സുരൈസാർത്ഥം ആഗച്ഛന്തം, പത്മജൻ ആ ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങി കാത്തുനിന്നു. ദൃഷ്ട്വാ പരസ്പരം തൗതു കൃതാഭിവാദനോ ഭൃശം പ്രണതൗ ച സുരൈ സർവൈ സന്തുഷ്ടൗ സംബഭൂവതു. അവർ രണ്ടുപേരും പരസ്പരം കണ്ടു, അഭിവാദ്യം ചെയ്തു. ദേവന്മാര് പ്രണതൗ രണ്ടുപേരെയും നമസ്കരിച്ചു. രണ്ടുപേർക്കും വലിയ സന്തോഷമായി. ആസനാനി പൃഥഗ്ധത്വാ ദേവേഭ്യോ ഗിരിജാപതി ഉപവിഷ്ടേഷു തേഷ്വേവ നിഷസാദാസനേ സ്വകെ. ഗിരിജാപതി ആ മഹാദേവൻ ദേവന്മാർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് സ്വയം ഇരുന്നു. അത് കഴിഞ്ഞ് കൃത്വാതു കുശലപ്രശ്നം ബ്രഹ്മാണം വൃഷഭധ്വജ, ആ വൃഷഭധ്വജൻ ആ മഹാദേവൻ ദേവന്മാരോടും ബ്രഹ്മാവിനോടുമായിട്ട് കുശലം അന്വേഷിച്ചു. എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു. ശിവൻ ചോദിക്കുകയാണ്, കിമിത്ര ആഗമനം ബ്രഹ്മൻ
കൃതം ദേവൈ സവാസവൈ ഭവതാച മഹാഭാഗ ബ്രൂഹി തൽക്കാരണം കില. മഹാമതിയായ അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് എന്താണ് വാസവനോടുകൂടി ദേവേന്ദ്രനോടുകൂടി ദേവന്മാരോടുകൂടി ഇങ്ങോട്ട് വന്നത്? അതിൻ്റെ കാരണം പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, മഹിഷേണ സുരേശാന പീഡിത സ്വർനിവാസിന ഭ്രമന്തി ഗിരിദുർഗേഷു ഭയത്രസ്ത സവാസവ. അല്ലയോ ദേവദേവനായിരിക്കുന്ന മഹാദേവ, സ്വർഗവാസികളായിരിക്കുന്ന ദേവന്മാര് മഹിഷാസുരന്റെ ദ്രോഹം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നു. അവരാർത്തരായിരിക്കുന്നു. ഭയത്രസ്താഹ, അവർ പേടിച്ചിരിക്കുന്നു. ദേവന്മാരുൾപ്പെടെ എല്ലാവരും ഗിരിദുർഗങ്ങളിൽ, ആ പർവ്വതത്തിലെ ഗുഹകളിലൊക്കെ ഒളിച്ച് താമസിക്കുകയാണ്, അനഞ്ഞ് നടക്കുകയാണ്. യജ്ഞഭുങ് മഹിഷോജാതസ്തധാന്യേ സുരശത്രവ പീഡിത ലോകപാലാശ്ച ത്വമദ്യ ശരണം ഗത. ലോകപാലന്മാര് അവരെയൊക്കെ മഹിഷൻ പീഡിപ്പിക്കുന്നു. ലോകപാലന്മാരുടെ കാര്യവും ദേവന്മാരുടെ കാര്യവും. അപ്പം എല്ലാവരും ശരണാർത്ഥികളായി അങ്ങയുടെ അടുത്തേക്ക് വന്നേക്കാണ്. മയാതേ ഭവനം ശംഭോ പ്രാപിത കാര്യഗൗരവാൽ യദ്യുക്തം തദ്വിധൽ സ്വാദ്യ സുരകാര്യം സുരേശ്വര. അപ്പൊ കാര്യഗൗരവം കൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നേക്കണം, ഇവരെ കൂട്ടിക്കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ദേവന്മാർക്ക് യോജിച്ചതായിട്ടുള്ള യുക്തമായിട്ടുള്ളത് യദ്യുക്തം തദ്വിധൽ അദ്യ, ഇപ്പൊ തന്നെ ദേവകാര്യത്തിന് യോജിച്ച കാര്യം ഇപ്പൊ ചെയ്യണേ. ത്വയി ഭാരോസ്തി സർവേഷാം ദേവാനം ഭൂതഭാവന. ഭൂതഭാവനായിരിക്കുന്ന അല്ലയോ മഹാദേവ പ്രഭോ, ദേവന്മാരുടെ ഭാരം എല്ലാം ഇനി അങ്ങയ്ക്കാണ്. അവരെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുക. വ്യാസൻ പറയുന്നു, ഇതി തദ്വചനം ശ്രുത്വ ശങ്കര പ്രഹസന്നിധം. ഇത് കേട്ടിട്ട് ആ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറയാനായിട്ട് ആരംഭിക്കുന്നു. ആ ശ്ലോകം മുതൽ 49-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാകാളീ നമ, ശ്രീ മഹാലക്ഷ്മീ നമ, ശ്രീ മഹാസരസ്വത്യൈ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.